അപ്പൊ അയ്യപ്പ സംഗമം നടത്തിപ്പിലല്ല പ്രശ്നം, അത് നടത്തുന്നത് LDF സർക്കാർ ആയതുകൊണ്ടാണ് പ്രശ്നം. അതെ, സർക്കാരിന് നടത്താൻ ഉദ്ദേശശുദ്ധിയാണ് ചോദ്യം ചെയ്യുന്നത്. അത് തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. അയ്യപ്പ സംഗമം ഇവിടെ ധാരാളം നടന്നിട്ടുണ്ട്. എല്ലാ വർഷവും ശബരിമല അയ്യപ്പ സേവാ സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അയ്യപ്പ സംഗമം നടക്കുന്നുണ്ട്. എത്രയോ സമ്മേളനങ്ങൾ നടത്താറുണ്ട്. പമ്പയിൽ നടത്താറുണ്ട്, മറ്റേ എരുമേലി നടത്താറുണ്ട്, പന്തളത്ത് നടത്താറുണ്ട്. അയ്യപ്പ സംഗമം ഒന്നും പുതിയൊരു കാര്യമല്ല. പറയാൻ മനസ്സിലാകും. ഇവിടെ ഒരു വാണിജ്യ താല്പര്യമുണ്ട് ഇതിൻ്റെ പിന്നിൽ. എന്ന് വെച്ചാൽ വലിയ വലിയ തുക സംഭാവന നൽകാൻ തരുന്ന ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്ത് കൊണ്ടുവരികയാണ്. പക്ഷെ ആ തുക വിനിയോഗിക്കുന്നതും ശബരിമല ക്ഷേത്രത്തിന്റെ വികസനത്തിനും മറ്റു ക്ഷേത്രങ്ങളുടെ ആവശ്യങ്ങൾക്കൊക്കെ ആയിരിക്കില്ല. സർക്കാർ ഈ പൈസ കൊണ്ടുപോകുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റും? അല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ ശബരിമല ക്ഷേത്രത്തിൽ പണം തരുന്നവരും പണം തരാത്തവരും രണ്ട് ഘടകം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ അവർ പ്രിവിലേജസ് കാർഡ് അടിച്ചിറക്കുകയാണ്. പത്രത്തിൽ കണ്ടല്ലോ, നിങ്ങളൊക്കെ വായിച്ചാൽ. എന്താ 10 ലക്ഷം രൂപയ്ക്ക് തരുന്നവർക്ക് 10 വർഷത്തേക്ക് അവിടെ ദർശനം, അത് എല്ലാവരുടെ മുമ്പിൽ പോയി ഇന്ന് ദർശനം നടത്താം, അന്നദാനം, പിന്നെ 10 മുതൽ 20 ഒരു ബ്രോൺസ് കാർഡ്, സിൽവർ കാർഡ്, ഗോൾഡൻ കാർഡ്, അതേതാ 50 മുതൽ 1 കോടി വരെ. ഇത് സമദർശനത്തിൻ്റെ സന്നിധാനം ശബരിമല. ചെറിയവനും വലിയവനും എന്നുള്ള വ്യത്യാസത്തിൽ സമഭാവനയാണ് അവിടെ. ഈ ശബരിമലയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. അവിടെ പണം കൊടുത്ത് 2 തരത്തിൽ ഉള്ള ഈ മറ്റ് പല ക്ഷേത്രങ്ങളിൽ കാണുമായിരിക്കും. പക്ഷേ ശബരിമല എന്ന് പറഞ്ഞാൽ പാവങ്ങളുടെ ഒരു സന്നിധാനമാണ്. അവിടെ എത്തുന്ന അയ്യപ്പന്മാരെ പണത്തിൻ്റെ പേരിൽ വേർതിരിവുണ്ടാക്കി ഒരു അസമത്വം സൃഷ്ടിക്കാൻ പാടില്ല. അത് സമത്വത്തിൻ്റെ, സമദർശനത്തിൻ്റെ, സമഭാവനയുടെ ഒരു സന്നിധാനമാണ് ശബരിമല എന്ന് പറയുന്നത്. അവിടെ പണം ആർക്ക് വേണമെങ്കിലും കൊടുക്കാം പണം. പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതൊരു വാണിജ്യ കേന്ദ്രമായി മാറുകയാണ്. പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ളൊരു കേന്ദ്രമായി മാറുകയാണ്. ഇന്ന് ദേവസ്വം ബോർഡ് ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഈ ശബരിമലയിലെ ഇത് മുടക്കുന്ന ദേവസ്വം ബോർഡ് ഫണ്ടിലേക്കല്ലോ. അവിടെ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ വർക്കും ഈ വർക്കുമാണല്ലോ അവിടെ ചെയ്യേണ്ടത്. പക്ഷേ ഇന്നിപ്പം കാണിക്കവഞ്ചി പൊട്ടിച്ച് എടുത്തെങ്കിലും ഓണത്തിന് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന്. എല്ലാം 1300 ക്ഷേത്രത്തിലും കാണിക്കവഞ്ചി പൊട്ടിച്ചെങ്കിൽ ശബരിമല അയ്യപ്പ മറ്റേ ദേവസ്വം ജീവനക്കാർക്ക് ഓണം ബോണസ് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള സ്ഥിതിയാണ്. വലിയ പ്രശ്നത്തിലാണ്. ആ ക്ഷേത്രം നിലനിൽക്കുന്നത് ഈ ശബരിമല എന്ന് പറയുന്ന ഒരൊറ്റ ക്ഷേത്രത്തിൻ്റെ വരുമാനം കൊണ്ടാണ്. പക്ഷേ ശബരിമലയിൽ ആളുകൾ എത്തുന്നത് വിശ്വാസവും സങ്കല്പവും അവർക്ക് വളരെ പ്രധാനമാണ്. അത് വ്രതം നോക്കുന്നത് ഈ ഒരൊറ്റ ക്ഷേത്രമാണ് വ്രതപ്രധാനം. ബാക്കി ക്ഷേത്രങ്ങളിൽ വ്രതാനുഷ്ഠാനത്തിൻ്റെ ആവശ്യമില്ല. ഒരു ദിവസം വെച്ച് അങ്ങനെ അങ്ങ് പോകാം. പക്ഷേ ഈ ക്ഷേത്രം വ്രതപ്രധാനമാണ്. എന്ന് പറഞ്ഞാൽ ആചാരം, അനുഷ്ഠാനം, സങ്കല്പം, നിഷ്ഠ, ഇതിലൊക്കെ വളരെ കാർക്കശ്യമുള്ള ഒരു ക്ഷേത്രമാണ്. അതിന്മേലാണ് കൈവെക്കുന്നത്. അതെല്ലാം ധ്വംസിച്ച സർക്കാരാണ്. ആ സർക്കാരിനോടാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെ ഈ നടത്തുമ്പോൾ ഈ കഴിഞ്ഞ കാലം ചെയ്ത തെറ്റുകൾ ഇനി ആവർത്തിക്കില്ല എന്നെങ്ങനെ അറിയാം? എന്താ ഉറപ്പെന്താണ്? ആ ഉറപ്പ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സത്യവാങ്മൂലം തിരുത്തണം, കേസുകൾ പിൻവലിക്കണം. ഈ അവസരത്തിലല്ല ഭക്തജനങ്ങൾ, അയ്യപ്പന്മാർ ഏത് അവസരത്തിലാണ് ചോദിക്കുക? അല്ല വേറൊരു സന്ദർഭമുണ്ടോ ചോദിക്കാൻ? ഇതൊരു സന്ദർഭമേ ഉള്ളൂ ചോദിക്കാൻ. ആ സന്ദർഭത്തിൽ അത് ചോദിക്കുകയാണ്. അല്ലാതെ അത് തടയുമെന്നോ നടത്തരുതെന്നോ പറയുന്നില്ല. ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യണം. ചില കാര്യങ്ങൾ സർക്കാർ ചെയ്യാനുണ്ട്, അത് ചെയ്യണം. വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് അയ്യപ്പന്മാരുടെ സമ്മേളനം നടക്കുന്നതെങ്കിൽ, സംഗമം നടക്കുന്നതെങ്കിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ടവരെ കൂടെ പങ്കെടുപ്പിക്കേണ്ടത്. അത് പണം തരുന്നവരെ മാത്രം പങ്കെടുപ്പിച്ചാൽ മതി. അയ്യപ്പ സംഗമം അങ്ങനെയാണെങ്കിൽ ഇത് പമ്പ വെച്ച് എന്തിനാ നടന്നു? ഒരു താജ് ഹോട്ടലിലോ ഒരു വലിയൊരു ഹോൾ എടുത്തിട്ട് അവിടെ വെച്ചങ്ങ് നടത്തിയാൽ പോരെ? ലോക കേരള സഭ നടത്തിയ പോലെ നടത്തിയാൽ പോരെ? അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. പണമല്ലേ ആവശ്യം?